إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടിയെടുക്കുന്ന, പരലോകമോക്ഷം കൈവരിക്കാൻ സൽക്കർമ്മ നിരതമായി പ്രയത്നിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പരിഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. വീടിനകത്ത് നമ്മുടെ കുടുംബത്തിൽ വ്യത്യസ്ത അംഗങ്ങളെ, മാതാപിതാക്കളടക്കം മക്കൾ ഉൾപ്പെടെ പുതിയ കാലത്ത് പരിഗണന കൊടുക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, ഇനി വീടിന് പുറത്ത് പരിഗണന കൊടുക്കേണ്ടതിൽ ആദ്യ സ്ഥാനം തൊട്ടടുത്ത് ജീവിക്കുന്ന നമ്മുടെ അയൽവാസികൾക്കാണ്. അയൽവാസികളെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയുടെ സാമൂഹ്യ ബോധത്തിൻ്റെ, ബന്ധവിശുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഒരു വിശ്വാസിക്ക് ആദ്യത്തെ കടപ്പാടുകൾ തീർക്കുവാനുള്ളത്. അതാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ തൗഹീദി ബോധം, വിശ്വാസ വിശുദ്ധി, അത് തീർച്ചയായും നമ്മൾ നിലനിർത്തണം.
അതിനുശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. വൽ യതാമ, യതീമുകൾ. വൽ മസാകീൻ, അഗതികൾ. അതിനുശേഷം ഈ ആയത്തിന്റെ അവസാനത്തിൽ അയൽവാസികളെ സംബന്ധിച്ച് വിശാലമായ അർത്ഥതലങ്ങളുള്ള വാക്കുകൾ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇത്രയും വിശാലമായ ബന്ധവിശുദ്ധി അയൽപക്ക ജീവിതത്തിൽ പാലിക്കണമെന്ന ചിന്ത വിശുദ്ധ ഖുർആനിലല്ലാതെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജൻബി. അതിന് മുമ്പ് വൽ ജാരി ദിൽ ഖുർബ, അടുത്ത അയൽവാസി. വൽ ജാരിൽ ജുൻബി, അകന്ന അയൽവാസി. വസ്സാഹിബി ബിൽ ജൻബി, നമ്മുടെ അടുത്ത കൂട്ടുകാരൻ. വബിനിസ് സബീൽ, യാത്രക്കാർ. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾക്ക് വിധേയപ്പെട്ടവർ. ഇവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണേ എന്ന് പറഞ്ഞു. അതിൽ പ്രത്യേകമായി അടുത്തും അകലെയുമുള്ള, അഥവാ കുടുംബത്തിലെ അയൽവാസികൾ തൊട്ടടുത്തുണ്ടാകും, കുടുംബമല്ലാത്ത അയൽവാസികൾ ഉണ്ടാകും, വിശ്വാസികളാകുന്ന അയൽവാസികൾ ഉണ്ടാകും, വിശ്വാസികളല്ലാത്ത നോൺ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അയൽവാസികൾ ഉണ്ടാകും. അപ്പൊ അവരെയൊക്കെ അവർക്ക് കൊടുക്കേണ്ട വിധത്തിലുള്ള പരിഗണനയും സ്ഥാനവും കൊടുത്ത് അവരോടെല്ലാം നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് വിനയത്തോടെയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല മൻ കാന മുഖ്താലൻ, ആരാണോ ദുരഭിമാനിയായി നടക്കുന്നത്, അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കുന്നത്, എങ്കിൽ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. ഇപ്പൊ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്, അന്യായം വരാൻ സാധ്യതയുള്ളത്, അതിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരാൻ ഇട നൽകുന്നതൊക്കെ നമ്മിൽ വരുന്ന ആഢ്യത്വം, അഹങ്കാരം, ദുരഭിമാനം, അതൊക്കെയാണ് മേൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിലെ ബന്ധങ്ങളിലെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വ്യതിചലനം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനും പരലോക ജീവിതത്തിലേക്ക് ആ ബന്ധങ്ങൾ വഴി നല്ല ജീവിതത്തിന്റെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുവാനും കഴിയണം. അതിൽ പ്രത്യേകമായി വീടിനകത്തുള്ള പരിഗണനകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർവഹിക്കേണ്ടത് വീടിന് പുറത്ത് തൊട്ടടുത്ത് നമുക്ക് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ അയൽപ്പക്കങ്ങളോടുള്ള നിർവഹണത്തിലാണ്. ഈ കാലത്ത് നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങള്, മീഡിയകള്, വലിയ സംവിധാനങ്ങളൊക്കെ വന്നിരിക്കുകയും അതുവഴി ജീവിതത്തിന്റെ എളുപ്പം വർദ്ധിക്കുകയും കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകളൊക്കെ അതിനൊക്കെ അനൽപമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്തെങ്കിലും തൊട്ടടുത്തുള്ള അയൽപ്പക്കങ്ങളെ അറിഞ്ഞ് ആദരിക്കുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സമയം കൊടുക്കുവാനും അവരുടെ വിഷയങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കുവാനും പലപ്പോഴും സാധിക്കുന്നില്ല. അയൽപ്പക്കത്ത് സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ അറിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൻ്റെ അയൽവാസി രോഗിയാണ് എന്ന് വൈറലായ വാട്സപ്പ് മെസ്സേജിലൂടെ തൻ്റെ മൊബൈലിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചോ എന്ന്. എത്രയേറെ മലയാളക്കരയിലാണ് തൊട്ടടുത്തുള്ള അയൽവാസി മരിച്ചിട്ട് ആ മൃതദേഹത്തിന്റെ ഗന്ധം വഴി തൻ്റെ അയൽവാസി മരിച്ചിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞത്. അല്ലേ, അതിശോക്തിയല്ല, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അകലങ്ങളിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അവർക്ക് ഇഷ്ടങ്ങൾ പകരുകയും കമന്റ് അടിക്കുകയും അവരുമായിട്ടുള്ള സംസാര സംഭാഷണങ്ങൾ നടക്കുകയും വളരെ അടുത്തുള്ള ആളുകൾ അകന്നു പോവുകയും ചെയ്യുകയാണ്. വളരെ അടുത്തുള്ള ആളുകൾ അകലുക, എന്നാൽ അകലത്തിലുള്ള ആളുകളുമായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ എന്ന ബോധമുണ്ടാകണം. ഒരു വേള അകലങ്ങളിലുള്ള രക്തബന്ധങ്ങളിലോ വൈവാഹിക ബന്ധങ്ങളിലോ പെട്ട കുടുംബം നമുക്ക് നിർവഹിക്കുന്ന, നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് നന്മയും സഹകരണവും ഉണ്ടാവും. പക്ഷേ ബന്ധങ്ങൾ, കുടുംബങ്ങൾ അകന്നുപോയി, തൊട്ടടുത്തില്ല. അത് പരിഹരിക്കപ്പെടുന്നത് തൊട്ടടുത്തുള്ള അയൽവാസികളിലൂടെയായിരിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളും നിർവഹിക്കപ്പെടൽ തൊട്ടടുത്തുള്ള അയൽപ്പക്കങ്ങളിലൂടെയായിരിക്കും. അതുകൊണ്ട് ആ അയൽപ്പക്ക ബന്ധങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നത് ഇസ്ലാമിൽ പ്രധാനമാണ്. മാത്രവുമല്ല, നമ്മൾ നേരം പുലർന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കാണുകയും കേൾക്കുകയും സന്ദർശിക്കുകയും ഇടപഴകുകയും ചെയ്യേണ്ടവരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുമായി നല്ല ബന്ധത്തിലല്ല, നല്ല സമ്പർക്കമല്ല, നല്ല സഹവാസമല്ല, നല്ല സംസാരവും സന്ദർശനങ്ങളും അല്ല എങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന വിഷമങ്ങൾ എത്രത്തോളമാണ്.
അയൽവാസി പോരാത്തത് കൊണ്ട് വീട് വിട്ടു പോകേണ്ട ആളുകൾ എത്രയുണ്ടാകും. ഇന്ന ഭാഗത്തുള്ള വാതിൽ നീ തുറക്കണ്ട, അവരെ കാണണ്ട, സംസാരിക്കണ്ട എന്ന നിലക്കുണ്ടാകും. പത്രങ്ങളിൽ ആ വിഷയത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്ര സങ്കടകരമാണ്. നിങ്ങൾ നോക്കൂ, അയൽവാസികൾ തമ്മിൽ വഴിതർക്കം, സ്വത്ത് തർക്കം, പലതിൻ്റെയും പേരിൽ അയൽവാസികൾ കുത്തേറ്റ് അയൽവാസി മരിച്ചു എന്ന് ഇങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം എന്താണ്? ഈ ബന്ധത്തിന്റെ വിശുദ്ധി, അതിൻ്റെ ആത്മീയമായ തലം, അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ മാനം അത് തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിക സമൂഹം, വിശ്വാസി സമൂഹം, വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല നിലക്ക് ആത്മീയമായി ദീനീപരമായി പൂർത്തീകരിക്കണം, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അയൽപക്ക വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ സംസാരിക്കുകയാണ്. സഹാബി അകലെ നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ആ സഹോദരൻ ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രവാചകൻ ഒന്ന് ഇരിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ലല്ലോ, പ്രവാചകന് പ്രയാസമായി തീരുമോ എന്ന് അകലെ നിന്ന് ആ സംഭാഷണം വീക്ഷിക്കുന്ന സഹാബി മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ സഹാബിക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ച് പിരിഞ്ഞു പോയപ്പോ പ്രവാചകന്റെ അരികിലേക്ക് ഈ സഹാബി വന്ന് ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് ബുദ്ധിമുട്ടായില്ലേ, താങ്കൾക്ക് പ്രയാസമായില്ലേ, താങ്കൾക്ക് ഇരിക്കാൻ പോലും സാധിച്ചില്ലല്ലോ ഇത്രയും നേരമെന്ന്. അപ്പോൾ ആ സഹാബിയോട് പ്രവാചകൻ പറയാൻ, എന്നോട് ഇത്രയും സമയം സംസാരിച്ചത് ആരാണെന്ന് നിനക്കറിയുമോ എന്ന്? അത് ജിബ്രീലാണ് എന്ന്. ജിബ്രീൽ എന്നോട് സംസാരിക്കുകയായിരുന്നു, ചില കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ വനൻതു അന്നഹു സയുവരിസുഹു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ പ്രബലമായ ഹദീസ്. മാസാല ജിബ്രീൽ യൂസീനി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വസിയത്ത്, എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറബി പ്രയോഗം അനുസരിച്ച് മാസാല, സ്റ്റിൽ ഗോയിങ് ഓൺ എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് എന്ന നിലക്ക് അയൽപക്ക ജീവിതത്തിലെ കടപ്പാടുകളെ സംബന്ധിച്ച് കൃത്യമായ ഉപദേശങ്ങൾ എന്നെ നിർത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്കങ്ങനെ പറഞ്ഞു തരികയായിരുന്നു. എത്രത്തോളം അങ്ങനെ അയൽവാസിയോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ, അയൽവാസിക്ക് കൊടുക്കേണ്ട പരിഗണനയിൽ ജിബ്രീലിന്റെ ഉപദേശവും വസിയത്തും കേട്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയി, ഹത്താ വനൻതു, ഞാൻ ഊഹിച്ചു പോയി, അന്നഹു സയുവരിസുഹു, അനന്തര സ്വത്തിൽ നിന്ന് അയൽവാസിക്ക് ഇടം കൊടുക്കേണ്ടി വരുമെന്ന്. അനന്തര സ്വത്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്ക്, മക്കൾക്ക്, എൻ്റെ കുടുംബത്തിനാണ്, രക്തബന്ധങ്ങൾക്കാണ് അനന്തര സ്വത്ത് ലഭിക്കുക എങ്കിൽ കുടുംബ ബന്ധമല്ലാത്ത അയൽവാസികൾക്ക് അനന്തര സ്വത്ത് നൽകേണ്ടി വരുമോ എന്ന രൂപത്തിലാണ് അയൽപക്ക ജീവിതത്തിന്റെ കടമകൾ ജിബ്രീൽ എന്നോട് പറഞ്ഞത് എന്ന് സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയൽപക്ക ബന്ധത്തിന്റെ മാനം, അതിന്റെ ആത്മീയമായി. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് സാമീപ്യം സിദ്ധിക്കുന്ന അയൽക്കാർ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അയൽക്കാരുണ്ട്, അള്ളാഹുവിനോട് അടുത്ത ആളുകളുണ്ട്. ആരാണ് അവര്? ഖൈറുഹും ലിജാരിഹി, ആരാണോ തന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നത് എങ്കിൽ അവരാണ് എന്റെയും അയൽക്കാർ, ഞാനുമായി അടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൗഭാഗ്യം 4 കാര്യങ്ങളാണ്. സ്വാലിഹത്തായ ഇണ, അതേപോലെ തന്നെ നല്ല ഒരു വാഹനം, വിശാലതയുള്ള ഒരു വീട്. വിശാലതയുള്ള വീട് എന്ന് പറഞ്ഞാൽ ഖൈറും ബറക്കത്തുമുള്ള ഒരു വീട്. അതേപോലെ തന്നെ അതിൽ എണ്ണിയതാണ് മിൻ സആദത്തിൽ മർഇ അൽ ജാറുസ് സാലിഹ്, ഒരു മനുഷ്യന്റെ ജീവിത സൗഭാഗ്യമാണ് നല്ല ഒരു അയൽവാസി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിത സൗഭാഗ്യമാണ് നല്ലൊരു അയൽവാസി എന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നല്ലൊരു അയൽവാസിയെ നമുക്ക് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അയൽവാസികളുമായി തീരണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ജാറു സാലിഹ്, സ്വാലിഹീങ്ങളായ അയൽവാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അയൽപക്ക ബന്ധത്തെ കൂടുതൽ പരിഗണിക്കാൻ, കൂടുതൽ ഇഷ്ടത്തിലാക്കാൻ, അതിന്റെ സഹവർത്തനം മേന്മയുള്ളതാക്കി തീർക്കുവാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. പുതിയ കാലത്ത് ഇത്തരം ഹദീസുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് ഈ ലോകം, ഈ സമൂഹം, അയൽപക്കങ്ങൾ, മനുഷ്യർക്കിടക്ക്, വീടകങ്ങൾക്കിടക്ക്, വീടിന് പുറത്തൊക്കെ തീർച്ചയായിട്ടും ഒരു തലമുറക്ക്, സമൂഹത്തിന്റെ വിശ്വാസികൾക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ
സാമൂഹിക ജീവിതം എത്രമേൽ ഭദ്രതയുള്ളതായിത്തീരും, എത്രമേൽ ഭംഗിയുള്ളതായിത്തീരുമെന്ന് ആലോചിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പ്രിയതമ ചോദിക്കുകയാണ്, പ്രവാചകരെ, എൻ്റെ വീടിന്റെ അടുത്ത് 2 അയൽവാസികളുണ്ട്. ഏത് അയൽവാസിയോടാണ് ഞാൻ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്ന്, പാരിതോഷികം കൊടുക്കേണ്ടത്, സമ്മാനം കൊടുക്കേണ്ടത്, അടുപ്പത്തിന്റെ അടുപ്പം കാണിക്കേണ്ടത് എന്ന്? ആ സമയത്ത് പ്രവാചകൻ പറയാണ്, ഖാല റസൂൽ ഇലാ അഖ്റബിഹാ മിൻകി ബാബാ, അവരിൽ ആരുടെ വാതിലാണോ നിന്നോട് ഏറ്റവും അടുത്തത് എങ്കിൽ അവരോടാണ് നീ കൂടുതൽ പരിഗണനയും പാരിതോഷികവും നൽകേണ്ടത് എന്ന്. സമ്മാനം കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക, പരസ്പര ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിന് വേണ്ടി സമ്മാനം നൽകുന്നതിന് അയൽപ്പക്ക ജീവിതത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരത് കൊടുത്തിരുന്നു എന്നല്ലേ? അതാണ് ഞാൻ ആർക്കാണ് പാരിതോഷികം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു എന്നാണ്. അത് കൊടുക്കണമെന്ന് പറയാൻ മാത്രം ആർക്കാ കൊടുക്കേണ്ടത്? നിന്റെ അഥവാ ആരുടെ വാതിലാണോ വീടുമായിട്ട് ഏറ്റവും അടുത്തത് എങ്കിൽ അപ്പൊ അവർക്ക് പ്രഥമ പരിഗണന കൊടുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർറിനോട് പറയാ, യാ അബാദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക. ഒക്കെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കണം, വീട്ടിൽ കൊത്തിവെക്കണം, കുട്ടികളിൽ ഉണ്ടാക്കണം, നമ്മളിൽ ഉണ്ടാക്കണം, തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. യാ അബാദർ, അല്ലയോ അബൂദർറെ, ഇദാ തബഖ്ത, നീ പാകം ചെയ്താൽ, വീട്ടിൽ വല്ലതും ഉണ്ടാക്കിയാൽ, മറഖതൻ, കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫഅക്സിർ മാഅഹാ, അതിൽ അല്പം വെള്ളം ചേർത്താലും വേണ്ടില്ല. അത്രത്തോളം ഒന്നും സഹാബികളുടെ വീട്ടിലുണ്ടാകൂല, എന്നാലും ഉള്ള മസാല വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുക എന്ന് പറയല്ലോ. അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്പം വെള്ളം ചേർത്താലും വേണ്ടിയില്ല. ജീറാനക, അതുവഴി നീ നിന്റെ അയൽവാസിയെ ചേർക്കണട്ടോ, ചേർത്ത് പിടിക്കണട്ടോ, പരിഗണിക്കണട്ടോ. തആഹദ് എന്നാ പറഞ്ഞത്. അയൽവാസിക്ക് ഒരു പരിഗണന, ആ കറിയുടെ ഒരു അംശം ഒരു പാത്രത്തിൽ കൊടുത്തയച്ച് ആ ഊഷ്മളമായ ബന്ധത്തിന് ഊക്കുണ്ടാക്കണം അബാദർറെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി സ്ത്രീകളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് സഹോദരിമാരെ ശ്രദ്ധിക്കുക. അയൽപ്പക്ക ജീവിതത്തിന്റെ ഇഴയടുപ്പങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ സ്ത്രീജനങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ എന്ന ഫിലോസഫർ ഈ ലോകത്തിന് സമ്മാനിച്ച പ്രോഫറ്റിക് സെയിങ്സിൽ സ്ത്രീകളെ പ്രത്യേക അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യാ നിസാഅൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൽ ലിജാറതിഹാ, ഒരു അയൽവാസിയും തൻ്റെ ഒരു അയൽവാസിയെ നിസ്സാരവൽക്കരിക്കരുത്. വലൗ ബിഫിർസനുശാത്തിൻ, ആടിന്റെ ഒരു കുളമ്പ് കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ അയൽവാസിയെ പരിഗണിക്കണം എന്ന് പറയാം. ഉണ്ടോ? ഒക്കെ കഴിഞ്ഞാൽ എന്താ കൊടുക്കുക, എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഉള്ളത് കൊടുക്ക്. സൽക്കാരം കഴിഞ്ഞതല്ലേ, ഇത് കൊടുത്താൽ മോശമാകൂല. അല്ല, ഇത്രല്ലേ ബാക്കിയാത്, ബാക്കിയുള്ളവരൊക്കെ വന്നു പോയതല്ലേ. എന്നാൽ ഇത് ബാക്കിയുണ്ടല്ലോ, അതിൽ നിങ്ങൾ ആ കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് കാണിക്കരുത്, വിഷമം വിചാരിക്കരുത്. വലൗ ഫിർസനുശാത്തിൻ എന്നാ പറഞ്ഞത്. ആടിന്റെ കുളമ്പാണെങ്കിലും അത് കൊടുത്തയച്ച് അയൽപ്പക്ക ബന്ധത്തിന്റെ സ്നേഹം വർദ്ധിപ്പിക്കണം, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെന്ന് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ്, മാ ആമന ബി, എന്നിൽ വിശ്വസിച്ചിട്ടില്ല, പ്രവാചകന്റെ അനുയായി ആയിട്ടില്ല. ഷഹാദത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ 2ാം ഭാഗമൊക്കെ അർത്ഥസഹിതം പങ്കുവെച്ചിട്ടുണ്ടാകും. ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ ഈ വക വിഷയങ്ങളിൽ എന്ന് ആലോചിക്കുക, ചിന്തിക്കുക. പ്രവാചകൻ പറയുക, മാ അനബി, എന്നിൽ അവിശ്വസിച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. മൻ ബാത ശബആൻ, രാത്രിയിൽ അവൻ വയറ് നിറച്ച് കഴിച്ച് കിടന്നുറങ്ങുകയാണ്. നമ്മളും കുട്ടികളും സുഖസുഷുപ്തിയിൽ ഒരു പ്രയാസം അല്ലലും അലട്ടലുമില്ലാതെ ഒക്കെ കഴിച്ച് രാത്രി സൈലന്റായി അങ്ങനെ നമ്മൾ ഉറങ്ങുകയാണ്. വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, തൊട്ടടുത്തുള്ള അയൽവാസി വിശക്കുന്നവനാണ്. വഹുവ യഅലം, ഇത് നമുക്കറിയാം. അയൽപ്പക്കത്തുള്ള ഗൃഹനാഥൻ ജോലിക്കടക്ക് പരിക്ക് പറ്റി വീട്ടിലായിട്ടുണ്ട്, ജോലിക്ക് പോകാൻ കഴിയാത്ത ഭക്ഷണത്തിന് വിഷമം അനുഭവിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലും ചാരിറ്റി ഗ്രൂപ്പുകളിലും അവിടെ കൊടുത്തയക്കേണ്ട കിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അതാരെങ്കിലും ഒക്കെ ചെയ്തു കൊള്ളുമെന്ന മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ ആദ്യമായ ആ വിഷയത്തിൽ ഇടപെടേണ്ടവരാരാണ്? മാ അനബി മൻ ബാത ശബആൻ വജാറുഹു ജായിഉൻ ഇലാ ജൻബിഹി, ആ അയൽവാസിയുടെ അന്നത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യന്റെ അയൽവാസി നമ്മളാണ് എങ്കിൽ ആരും അറിയാതെ തന്നെ അതിൽ ഇടപെടൽ ആദ്യം നടത്തേണ്ടത് അയൽവാസി എന്ന നിലക്ക് നമ്മളാണ്.
വിശ്വാസികളാണ്, അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ മതബാധ്യതയാണ്. അവിടെ മുസ്ലിം അയൽവാസി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിമിന്റെ അയൽവാസി ആരായിരുന്നാലും ആ അയൽവാസിയെ പരിഗണിച്ചു കൊള്ളണമെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ വീട്ടിൽ പടയെങ്കിൽ പണയം വെച്ച് മദീന ജീവിതത്തിൽ എന്ന് പറഞ്ഞത് അയൽപ്പക്ക ബന്ധത്തിന്റെ കൊണ്ടുകൊടുക്കലുകൾ കാണിച്ചു തരികയാണ്. വിശിഷ്യ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് ഉന്തുലുസിലെ ഉന്തുലുസിലെ അഥവാ സ്പെയിൻ ചരിത്രം പങ്കുവെക്കുന്നിടത്തുണ്ട്. ജൂതൻ തന്റെ വീട് വിൽക്കുകയാണ്, വീടും പറമ്പും വിൽക്കുകയാണ്. പക്ഷേ വീടിനും പറമ്പിനും വലിയ വില കൽപ്പിക്കുകയാണ്. വന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, എങ്ങനെ ഈ വീടിന് ഇത്ര കുറഞ്ഞ സ്ഥലം ഈ വീടുമാണുള്ളത്, അതിന് ഇത്രയും വലിയ നീ വില എങ്ങനെയാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു മുസ്ലിം അയൽവാസി ഉണ്ട് എന്ന്. ആ അയൽവാസിക്ക് ഞാൻ നിർണയിക്കുന്ന വിലയാണ് എന്നാ. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ദിസ് ഈസ് അവർ ഹെറിറ്റേജ്. ഇതാണ് നമ്മുടെ പൈതൃകം. കേരളക്കരയിലടക്കം നമ്മുടെ പൈതൃകം. മാലിക് ബിൻ ദിനാർ സംഘമൊക്കെ വന്നപ്പോൾ അവർ രാത്രിയാകുന്ന സമയത്ത് വീടുകളിലേക്ക് പോകുന്ന, അയൽപ്പക്കത്തുള്ള വീട്ടിലേക്ക് പോകും. അപ്പൊ എന്റെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമല്ല, നിങ്ങൾക്ക് രാത്രി സുഖമാണല്ലോ, നിർഭയത്താണല്ലോ, സുരക്ഷിതമാണല്ലോ, ഭക്ഷണം ഉണ്ടല്ലോ, പശി കിടക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. അതെന്താ നിങ്ങൾ ചോദിക്കുന്നത്? അത് ഞങ്ങളുടെ മതബാധ്യതയാണ്. കാരണം നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എനിക്കും മക്കൾക്കും ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിന്റെ വക്താവാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ അനുയായിയാണ്. അങ്ങനെയുള്ള ഒരു മതത്തിൽ വിശ്വസിച്ച് അതിന്റെ അനുഷ്ഠാനം ആചരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിയെങ്കിലേ ഞങ്ങളുടെ മോക്ഷം അതിന്റെ പൂർണ്ണത വരികയുള്ളൂ എന്ന് പങ്കുവെച്ച ചരിത്രം. സഹോദരന്മാർ, ഇതൊക്കെ ആവർത്തിക്കപ്പെടണം. കാരണം ഈ മൈത്രി ബന്ധം അയൽപ്പക്ക ജീവിതത്തിൽ, കാരണം സാമുദായിക നേതാക്കന്മാര്, നടേശന്മാരും അതല്ലാത്തവരും സംഘികളും കൃസംഘികളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ വിഷബീജങ്ങൾ വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽപ്പക്ക ബന്ധത്തിലെ മൈത്രി ബന്ധങ്ങളിലെ ആന്റി വനം കൊണ്ട് സാഹോദര്യ അയൽപ്പക്ക ബന്ധത്തെ പുതുക്കിയെടുക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം, എന്നിട്ട് പറയാൻ കഴിയണം. മലപ്പുറം ജില്ലയിൽ ശ്വസിക്കാൻ സാധിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ മലപ്പുറത്ത് വർക്ക് ചെയ്ത സഹോദര സമുദായത്തിലെ ഒരു സ്ത്രീയാ പറഞ്ഞത്, എനിക്കവിടെ ജോലിക്കുള്ള സൗകര്യം മാത്രമല്ല പ്രയാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ എൻ്റെ അയൽവാസികളും നാട്ടുകാരും അവിടെ വീടെടുത്ത് തന്നു എന്ന് പറയാൻ സാധിച്ചത് ഇസ്ലാമിക ഉമ്മത്തിന്റെ അയൽപ്പക്ക ജീവിതത്തിന്റെ മനോഹരമായ പ്രാവർത്തിക രൂപം കൊണ്ടാണ്. അതാ പറഞ്ഞത്, ഇതൊന്നും പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഇസ്ലാം ദുനിയാവായാലും ഐഹികമായാലും അത് നല്ല രൂപത്തിൽ ആയിത്തീരുകയില്ല എന്നത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ പറഞ്ഞു, ഒരു അയൽവാസി അതിന്റെ ബന്ധത്തിലെ നന്മയിൽ സഹകരണത്തിൽ നമ്മോട് വല്ല ആവശ്യവും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കണം, സഹകരണം തേടിയാൽ കൊടുക്കണം. സൂറത്തുൽ മാഊൻ നമുക്കറിയാവുന്നതാണ്. പരോപകാരം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ സൂറത്തുൽ മാഊനുണ്ട്. പരോപകാരം തടഞ്ഞു കഴിഞ്ഞാൽ അവൻ മതനിഷേധിയായി തീരുകയാണ് എന്ന്. അയൽപ്പക്ക ജീവിതത്തിൽ പരോപകാര വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധിപ്പിക്കേണ്ടതില്ലല്ലോ. നമ്മൾ വീട്ടിന് മതിൽ കെട്ടുകയാണ് എങ്കിൽ, വീടെടുക്കുകയാണ് എങ്കിൽ, എടുപ്പെടുക്കുകയാണ് എങ്കിൽ അയൽവാസിയോടൊന്ന് ഒരു അന്വേഷണം നടത്തണമെന്ന. കാരണം നമ്മൾ എടുക്കുന്ന മതിലിലൂടെ, നമ്മൾ എടുക്കുന്ന എടുപ്പിലൂടെ അയൽവാസിയുടെ വീട്ടിലേക്കോ അയൽവാസിക്കോ അവിടുത്തെ വെളിച്ച വായു സഞ്ചാരത്തിന് നമ്മുടെ മതിൽ പ്രതിബന്ധമായി നിന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പരിഹാരം കാരണം അന്വേഷണം നടത്തണമെന്ന് പറയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവച്ച ഹദീസിലാണ്. അതേപോലെ ലാ യംനഉ ജാറുൻ ജാറ അൻ യഗ്രിസ ഖശബതൻ ഫീ ജിദാരിഹി എന്നാണ്. ലാ യംനഉ ജാറുൻ ജാറൻ, ഒരു അയൽവാസിയും തന്റെ അയൽവാസിയെ തടയാൻ പാടില്ല. അൻ യഗ്രിസ ഖശബതൻ ഫീ ജിദാരിഹി, തന്റെ മതിലിൽ ഒരു മരക്കഷ്ണം അത് ചാരി വെക്കാൻ സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ വെക്കരുത് എന്ന് പറയാൻ പാടില്ല എന്നാണ്. ആലോചിച്ച്, അതൊരു മരക്കഷ്ണം, ഒരു പ്രതീകാണ്. നമ്മുടെ വീട്ടിലേക്ക് അവിടെ വീട് പണി നടക്കുകയാണ്, ഒരു ലോഡ് എംസാൻഡ് ഇവിടെ ഇറക്കട്ടെ, ഒരു 500 കല്ലുപട ഇറക്കട്ടെ, അതിങ്ങനെ എടുത്തു കൊണ്ടുപോകും. വഴിയില്ലാത്തത് കൊണ്ടാണ്, വാഹനം എത്താത്തത് കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിടലല്ല, അടച്ചിടലല്ല, അന്യർക്ക് പ്രവേശനമില്ല എന്ന് പറയലല്ല. അത് പറഞ്ഞ കാലത്തെയൊക്കെ അതിൽ നിന്നൊക്കെ നമ്മെ പാഠം പഠിപ്പിച്ചു. മഹാപ്രളയത്തിൽ എല്ലാം അടച്ചുപൂട്ടിയ ആളുകൾ ഒന്നടങ്കം ഒരു പുനരധിവാസ ക്യാമ്പിലേക്ക്, കോളേജിലെ സ്കൂളിലെ ഹാളുകളിലേക്ക് കയറി ചെന്ന ആളുകളായി മലയാളികൾ മാറിയ കാഴ്ച നമ്മൾ കണ്ടില്ലേ? മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൽ വൈറലായ ഒരു പരാതി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു പരാതിയുടെ കഷ്ടമുണ്ടായിരുന്നു. എന്തായിരുന്നു പരാതി? പിന്നെ അയൽ തർക്കമാണ്. എന്താ തർക്കം? പിന്നെ അതിർത്തി തർക്കമാണത്. എന്നാൽ പിന്നീട് അവിടെ അതിർത്തിയുമില്ല, വീടുമില്ല, പറമ്പുമില്ല, ഒന്നുമില്ല. ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മതിൽ കെട്ടി മറയാക്കി, മനമാകെ വിഷമാക്കി, മുനകൂർത്ത വാക്കിന്റെ മുള്ളാൽ മുറിവാക്കി. ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുഞ്ഞുണ്ണി മാഷ് പാടി പറഞ്ഞതുപോലെ
എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് പറഞ്ഞില്ലേ? ഓരോരുത്തരും മതിൽ കെട്ടാൻ നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി, പക്ഷെ മനസ്സിൽ മതിൽ പണിയാൻ പാടില്ല. മതിലങ്ങ് പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ. അപ്പൊ സമ്മതം ചോദിച്ചാൽ മുറ്റത്ത് ഇറക്കിക്കൊള്ളൂ, നിങ്ങളത് അവിടെ വെച്ചുകൊള്ളൂ, വാഹനം പോകാത്തത് കൊണ്ടല്ലേ, നിന്റെ ഓട്ടോ ഇവിടെ നിർത്തിക്കോ, പോർച്ചിൽ തന്നെ കയറ്റി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ തീർച്ചയായിട്ടും ഇടം നേടിയെടുക്കണമെന്നാണ്. എത്രത്തോളം പ്രവാചകം പറയുക, നമ്മുടെ സ്ഥലം വിൽക്കുകയാണ് എങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് അയൽവാസിയോടാണ്. മൻ കാന ലഹു അർളുൻ ഫഅറാദ അൻ യബീഅഹാ ഫൽയുഅരിദ്ഹാ അലാ ജാരിഹി. മൻ കാന ലഹു അർളുൻ, ആർക്കെങ്കിലും, നിങ്ങളിൽ ആർക്കെങ്കിലും ഭൂമിയുണ്ട് എങ്കിൽ, സ്ഥലമുണ്ട് എങ്കിൽ, സെന്റും ഏക്കറും ഉണ്ട് എങ്കിൽ, ഫഅറാദ അൻ യബീഅഹാ, അവനത് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫൽയുഅരിദ്ഹാ, ആദ്യം അവൻ അത് പ്രദർശിപ്പിക്കേണ്ടത്, ആ കാര്യം പങ്കുവെക്കേണ്ടത്, ആ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അലാ ജാരിഹി, തന്റെ അയൽവാസിയോടാണ്. എത്രയാ പരിഗണന! അയൽവാസിയോട് ചോദിക്കണം, ഞാൻ അത് വിൽക്കാട്ടോ, നീ അത് വാങ്ങുകയാണെങ്കിൽ നിന്റെ പറമ്പിനോട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും, നിനക്ക് കൂടുതൽ സൗകര്യ, മാത്രവുമല്ല നിനക്ക് സെന്റില് ഒരു 1000 ഉറുപ്പിക ഞാൻ കുറച്ചു തരും, നീ എൻ്റെ അയൽവാസിയാണ്, ഇങ്ങനെ പറയാൻ കഴിയണമെന്നാണ്. പക്ഷെ അത് കഴിയണമെങ്കിൽ അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ല് കൊണ്ട് കാപട്യം കലർത്തിക്കൊണ്ടുള്ള ചിരി അയൽപ്പക്ക ജീവിതത്തിൽ മാറ്റി മനസ്സു തുറന്ന് നിഷ്കളങ്ക മനസ്സുമായിട്ട് ഈ ബന്ധങ്ങളെ പുതുക്കിയെടുത്ത് കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിയണം. എന്നിട്ട് അയൽപ്പക്കത്തുള്ളവന്റെ ക്ഷേമം എൻ്റെ മതപരമായ ബാധ്യതയും എൻ്റെ മതജീവിതത്തിന്റെ പൂർത്തീകരണവുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അപ്പോഴൊക്കെ ആത്മീയത അലോസരമാകുകയില്ല. സാമൂഹിക കുടുംബ അയൽപ്പക്ക ജീവിതത്തിൽ വലിയ സാധ്യതയുള്ള അതിമനോഹരമായ അനുഭവങ്ങളായി ആത്മീയത മാറും. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇനി ഈ വിഷയത്തിന്റെ മറുപുറങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ വരും ഖുത്ബയിൽ നമുക്കത് സംസാരിക്കാവുന്നതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهداية الإسلام والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്ന ഉൽബുദ്ധരിൽ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ, സ്റ്റേറ്റിൽ ഇലക്ഷൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടക്ക് SIR നമ്മൾ മറന്നു പോകാൻ പാടില്ല. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അത് തുടങ്ങി ഒരു മാസത്തോട് അടുക്കുകയാണ്. നവംബർ 4, ഡിസംബർ 4 BLOമാർ അതിനിടക്ക് വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ വാങ്ങുന്നു. അത് അപ്ലോഡ് ചെയ്യുവാനുള്ള ഡേറ്റ് ഡിസംബർ 4. ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന പ്രോസസ്സ് വിലയിരുത്തണം. ഈ പറഞ്ഞതുപോലെ അയൽപ്പക്കം, സമൂഹം, കുടുംബം, മഹൽ എല്ലാവരും അതിൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയവും കാര്യങ്ങളും ചർച്ചയും പലതും നടക്കും. പക്ഷെ അതിലൊക്കെ നമ്മൾ ഇടപെടണം, മാന്യമാകണം. അല്ലേ? രാഷ്ട്രീയമാണ് എന്ന് വെച്ച് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ആ സമയത്തേക്ക്, ഒരു മാസത്തേക്കാണ് മാറ്റിവെച്ച് എന്തുവാകാം എന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രബോധത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ പ്രവർത്തനം. പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോൾ ജനാധിപത്യ പൗരബോധത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വർക്കാണ്. ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഗ്രാമത്തിലാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ് കുടിക്കൊള്ളുന്നത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഏതൊരു പൗരനും അതിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ജനാധിപത്യ വോട്ടവകാശം വിവേകത്തോടെ വിനിയോഗിക്കാൻ പറ്റുന്ന രാഷ്ട്ര പൊതുനിർമ്മാണത്തിന്റെ പ്രോസസ്സാണ് ഇലക്ഷൻ, രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. അത് മാന്യമായിട്ടുണ്ടാകണം. എന്നാൽ ദീനിന്റെ പരിധികൾ ലംഘിക്കാൻ പാടില്ല. വഞ്ചനയും വേശ്യയും പരദൂഷണവും അതേപോലെ തന്നെ കളവും ഒക്കെയായിട്ട് പോകരുത്. നാവ്, കണ്ണ്, സമയം, സന്മാർഗം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്നസം വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവി, കാഴ്ച, ഹൃദയം എല്ലാത്തിനെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായി നല്ല നിലവാരത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അല്ലെങ്കിൽ ആ രൂപത്തിലായിരിക്കണം അതിൽ ഇടപെടേണ്ടത് ഒരു സെക്കുലർ, ഒരു ബഹുസ്വര സമൂഹം എന്നുള്ള നിലക്ക്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഈ എനിമറേഷൻ ഫോറം അത് ഫില്ല് ചെയ്യലും അത് അപ്ലോഡ് ചെയ്യലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ഡിസംബർ 4 ആകാനിരിക്കുകയാണ്. ഡിസംബർ 9 ചൊവ്വാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ കൊടുത്തതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഡിസംബർ 9 ചൊവ്വാഴ്ചയാണ്. നമുക്കറിയാലോ ബീഹാറിലെ അവസ്ഥ. 68.66 ലക്ഷം പേരെയാണ് വെട്ടിമാറ്റിയത്. 21 ലക്ഷം ആളുകളെയാണ് കൂട്ടിച്ചേർത്തത്. 90 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾ
പിന്നെ കുടുംബം അംഗങ്ങളും രക്ഷിതാക്കളും ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്നെ പ്രബുദ്ധതയുള്ളവർക്ക് അവർ പ്രത്യേക എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ ആഡ് ചെയ്യുമെന്നുള്ളത് നമ്മളൊക്കെ ഇപ്പൊ നമ്മളുടെ ഉണ്ടാകോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കുക. പക്ഷെ അതിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ധർമ്മം ഇതിൽ അഡീഷണലായി ചേർക്കും. ബീഹാറിലെ കണ്ടില്ല നിങ്ങൾ, 21 ലക്ഷം ചേർക്കപ്പെട്ടു. എന്നാൽ ഹരിയാനയിലെ അവസ്ഥ, ബ്രസീൽ മോഡൽ വരെ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ, വോട്ട് ചോരിയും വിവാദങ്ങളൊക്കെ നടക്കുക. പക്ഷെ ഇതൊക്കെ നമ്മുടെ മലയാളക്കരയിൽ പ്രബുദ്ധ മലയാളി സമൂഹത്തിൽ നടക്കപ്പെടാതെ പോകണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള കക്ഷികൾ, ആളുകൾ തീർച്ചയായിട്ടും അതിൽ ഉത്ബുദ്ധതയും ഇടപെടലുകളും നിരീക്ഷണങ്ങളും നടത്തേണ്ടതുണ്ട്. അതിന്റെ കൂടെ ഡിസംബർ 9 മുതൽ 2026 ജനുവരി 8 വരെയാണ് വെട്ടിമാറ്റിയ ഏതെങ്കിലും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ഷേപങ്ങളൊക്കെ സമർപ്പിക്കേണ്ടത്. അപ്പൊ അത് ജനുവരി 31 വരെ, പിന്നെ അതിന്റെ ഹിയറിംഗ് നോട്ടീസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ SIR നടപടികളൊക്കെ പൂർത്തിയാക്കി കേരളത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും. 2026 ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഇല്ലാത്തവർ പിന്നെ എന്നേക്കുമായി വോട്ടവകാശം ഇല്ലാത്തവരാകും. പിന്നെ അപ്പീലുകളൊക്കെ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാം, ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് കൊടുക്കാം, EROക്കൊക്കെ കൊടുക്കാം എന്ന് പറയും. പക്ഷെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും. പിന്നീട് അതിന്റെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ സാധ്യമല്ല. റോഹിംഗ്യൻ സമൂഹം, ഉയ്ഗൂർ വംശജർ, ഫലസ്തീൻ, ഗസ, അതേപോലെ തന്നെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടവർ, ആസാം, ബീഹാർ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി വിഷയത്തെ സമീപിക്കണം. അറിയാത്തവരുടെ കൂടെ നിൽക്കണം, സഹായിക്കണം. അയൽപ്പക്കത്തിലും സമൂഹത്തിലും മഹല്ലിലുമൊക്കെ കൃത്യമായിട്ടുള്ള ചർച്ചയുണ്ടാകണം. ഡിസംബർ 4 മുമ്പ് BLOയുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ കൃത്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ വിഷയത്തിലും ആ കാര്യങ്ങളിലുമൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധ ഉണ്ടാകണം. ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ, അനുകൂലമാക്കി തരുമാറാകട്ടെ. ജന്മനാട്ടിൽ പൗരത്വ ബോധത്തോടെ വോട്ടവകാശം നിഷേധിക്കപ്പെടാതെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തിൽ എല്ലാ കാലത്തും അടിയുറച്ചു നിൽക്കുന്ന തലമുറകൾക്കൊക്കെ ആ അവകാശം നേടിക്കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും മുൻപന്തിയിൽ നിൽക്കുക, നേതൃപരമായ പങ്കുവഹിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും എല്ലാ എഫേർട്സും ത്യാഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അള്ളാഹു എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ മതപരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ, ആരാധനകൾ, ദിക്ർ, ദുആകൾ അള്ളാഹുവെ എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി നീ കബൂൽ ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ മനുഷ്യ ബന്ധങ്ങളിൽ, സാമൂഹിക ജീവിതത്തിൽ, അയൽപ്പക്ക ബന്ധങ്ങളിൽ, വീടകങ്ങളിൽ, രക്തബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യം. അള്ളാഹുവെ ബന്ധങ്ങളിലെ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് നല്ല വഴിക്ക് അതിനെല്ലാം മുന്നോട്ട് നടത്തുന്ന, ക്രമപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ മൺമറഞ്ഞ മാതാപിതാക്കൾ ബർസഖിയായ ജീവിതത്തിൽ സ്വർഗീയ അനുഭൂതി നൽകണമേ റബ്ബേ. അള്ളാഹുവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളാൽ അട്ടിയോടിക്കപ്പെട്ടവർ, ഭയചകിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ, ആഫ്രിക്കൻ വൻകരയിൽ, അതേപോലെ തന്നെ പശ്ചിമേഷ്യയിൽ, യൂറോപ്പിൽ, ഉക്രൈനിൽ, അതേപോലെ തന്നെ ഗസയിൽ, ഫലസ്തീനിൽ അള്ളാഹുവെ അരക്ഷിതാവസ്ഥകളിൽ നിന്ന് അവർക്ക് നീ അഭയം നൽകണമേ നാഥ. പടച്ചറബെ സമാധാനം നൽകണമേ റബ്ബേ. അരക്ഷിതമായ സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും സമൂഹത്തെയും നീ സംരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ സഫലമാക്കി തരണമേ നാഥ. ഞങ്ങളിലെ രോഗികൾ, വളരെ പ്രയാസപ്പെടുന്ന അസുഖങ്ങൾക്ക് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, കേളത്ത് ഹമീദ് സാഹിബ് അസുഖബാധിതനായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വസിയത്ത് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ.